കൊച്ചി മരടിൽ കേബിൾ കടന്നുപോകുന്ന ഇരുമ്പ് പൈപ്പ് പൊട്ടി പുഴയിൽ വീണത് ആശങ്ക പരത്തി. പാലത്തിലുണ്ടായ വാഹനാപകടത്തെ തുടർന്നാണ് ഇരുമ്പ് പൈപ്പ് പൊട്ടി താഴേക്ക് വീണത്. ദേശീയ ജലപാതയ്ക്ക് മുന്നിലാണ് അപകടം. ഫയർഫോഴ്സ് എത്തി തൽക്കാലത്തേക്ക് ഗതാഗതം സുഗമമാക്കിയെങ്കിലും ആശങ്ക അകന്നിട്ടില്ല. കൊച്ചി തൈക്കൂടത്തിനടുത്ത് വെച്ചാണ് മിനി കണ്ടെയ്നർ നിയന്ത്രണം വിട്ട് പാലത്തിലിടിച്ച് പുഴയിലേക്ക് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് പാലത്തിലൂടെ ഒപ്റ്റിക് ഫൈബർ കേബിൾ കടന്നുപോകുന്ന വലിയ ഇരുമ്പ് പൈപ്പ് പൊട്ടി പുഴയിലേക്ക് വീഴുകയായിരുന്നു. അപകടകരമായ നിലയിൽ പൈപ്പ് പുഴയ്ക്ക് കുറുകെയാണ് വീണത്. ഇതുവഴി കടന്നുപോയ ഒരു ബോട്ട് പൈപ്പിൽ കുരുങ്ങിയെങ്കിലും വലിയ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് സംഘം എത്തി ഏറെ നേരം പണിപ്പെട്ടായിരുന്നു മിനി കണ്ടെയ്നർ പുറത്തെടുത്തത്. കേബിൾ അടങ്ങുന്ന പൈപ്പ് മുകളിലേക്ക് പിടിച്ച് കയറുകൊണ്ട് ബന്ധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ബോട്ടുകൾക്ക് കടന്നുപോകാം. എന്നാൽ ബാർജുകളടക്കം ഉള്ള വാഹനങ്ങൾക്ക് സുഗമമായ യാത്ര ബുദ്ധിമുട്ടാകും. ഇരുമ്പ് പൈപ്പിന്റെ ഭാരം മൂലം കയർ പൊട്ടി വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. താൽക്കാലികമായിട്ട് സംവിധാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ പില്ലറൊക്കെ 2-3 പില്ലർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ഹൈറ്റിലേക്ക് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അപകടമാകും. അപ്പം തൽക്കാലത്തേക്കൊരു യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നുള്ളൂ. ഇന്റർനെറ്റ് കണക്ഷനുമായി ബന്ധപ്പെട്ട ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കടന്നുപോകുന്ന ഇരുമ്പ് പൈപ്പാണ് പൊട്ടി വീണത്. ഇത് ആരുടേതാണെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. രണ്ട് സൈഡിലും അപ്രോച്ച് റോഡ്, സർവീസ് റോഡ് ഉള്ളതാണ്. ആ സർവീസ് റോഡിലൂടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നതാണ്. പക്ഷേ ഈ പൈപ്പ് കോർത്തിട്ടേക്കുന്നത് വലിയ കനമുള്ള ഇരുമ്പ് പൈപ്പിന്റെ ഉള്ളിലാണ്. പക്ഷേ ഈ നിലവിലുള്ള കേബിളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പൈപ്പ് താഴെ വീഴും. ഇപ്പം നമ്മൾ നിൽക്കുന്നതിന്റെ മുകളിൽ കൂടി പോകുന്ന പൈപ്പ് ആ കേബിളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ താഴെ വീഴും. അങ്ങനെ പോകുമ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഇത് അപകടമാണ്. ട്രക്ക് മറിഞ്ഞ അപകടമുണ്ടായതിനെ തുടർന്നാണ് ഈ കേബിൾ പൊട്ടി താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ചമ്പക്കര കനാൽ ദേശീയ ജലപാത 3 വലിയ ബാർജുകളടക്കം നിരവധി ജലവാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നതും. ഇതിൽ ബോട്ടിൽ കുരുങ്ങി അപകടം ഉണ്ടായതിനെ തുടർന്നാണ് വലിയ അപകടമാണ് ഒഴിവായതെങ്കിലും അത്തരം ഒരു വലിയ അപകടത്തിലേക്ക് നയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. ഫയർഫോഴ്സ് ഇത് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇതുവരെയും ആരും രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതും അതിശയപ്പെടുത്തുകയാണ്. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.